നമസ്കാരം. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന വലിയ മികവാർന്ന ചടങ്ങിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരവും 20 ലക്ഷം രൂപയും സമ്മാനിക്കും. മാത്രമല്ല, ഈ സുവർണ ചകോരം ഉൾപ്പെടെ മികച്ച ചിത്രങ്ങൾക്കും ഒപ്പം തന്നെ അതിൻ്റെ സംവിധായകർക്കുമൊക്കെ ആയിട്ട് ഏകദേശം 11ഓളം പുരസ്കാരങ്ങളാണുള്ളത്. രജത ചകോരത്തിന് 4 ലക്ഷവും പുതുമുഖ സംവിധായകന് 3 ലക്ഷം രൂപയും കൂടാതെ ഈ ജനപ്രീതി ആർജിച്ചുള്ള ചിത്രത്തിന് 2 ലക്ഷം രൂപയുമാണ് ഇപ്പോൾ പുരസ്കാരമായി നൽകുന്നത്. ഈ പുരസ്കാരങ്ങൾക്കൊപ്പം ലഭിക്കുക ഇതാണ്. 1 ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരത്തിന് നൽകുന്നത്. ഇത് മാത്രമല്ല, സിനിമാ രംഗത്ത് ഇപ്പോൾ സംവിധായകർക്ക് നൽകുന്ന സമഗ്ര സംഭാവന കണക്കിലെടുത്തുകൊണ്ട് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കൂടാതെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഇവയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 5 ലക്ഷം രൂപയാണ് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള സമ്മാന തുക എന്ന് പറയപ്പെടുന്നത്. നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട യാത്ര ഒക്കെ തുടരുകയാണ്. ആ യാത്ര തുടരുന്നത് കൊണ്ട് തന്നെ ഇത്തവണ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സാംസ്കാരിക മന്ത്രിയും സമാപന ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ചലച്ചിത്ര അക്കാദമി എന്ന് പറയപ്പെടുന്നതിനിടയ്ക്കുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ ചെയർമാൻ രഞ്ജിത്തിനെതിരെ തന്നെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ വലിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അക്കാദമിയിലെ അംഗങ്ങൾ സർക്കാരിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. അക്കാദമി മുഖ്യ സംഘാടകരായിട്ടുള്ള കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇടയിൽ അക്കാദമി അംഗങ്ങൾ സമാന്തരമായിട്ട് ഒരു യോഗം ചേരുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അതായത് രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞതാണ്. അത് വിവാദമായിരുന്നു. അതായത് സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരെയുള്ള വിമർശനങ്ങൾ അടക്കം ഈ അഭിമുഖത്തിൽ ചെയർമാൻ്റെ പല അഭിപ്രായങ്ങൾ ഒക്കെ ചർച്ചയും വിവാദവുമൊക്കെ ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായിട്ടുള്ള ടാഗോർ തിയേറ്ററിലെ ജനറൽ കൗൺസിൽ ഹാളിലാണ് ഈ യോഗം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു യോഗം ചേർന്നത് രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ യോഗ സമയം തൊട്ടടുത്തുള്ള ചെയർമാൻ്റെ മുറിയിൽ തന്നെ രഞ്ജിത്ത് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ അംഗങ്ങൾ പങ്കെടുക്കുകയായിരുന്നു. അതായത് 15 അംഗങ്ങളുണ്ട്. അതിൽ ഏകദേശം 9 പേർ ഈ യോഗത്തിൽ പങ്കെടുത്തതായാണ് പറയുന്നത്. ചിലർ അംഗങ്ങൾ ഓൺലൈനായിട്ടാണ് ഇതിനകത്ത് പങ്കെടുത്തത്. അപ്പോൾ ഇങ്ങനൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുക്കു പരമേശ്വരൻ, മനോജ് ഖാന, അരുൺ, ജോബി, മമ്മി സെഞ്ചുറി അടക്കമുള്ള ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ, ഈ ജനറൽ കൗൺസിൽ അംഗങ്ങളാണ് സമാന്തരമായിട്ടുള്ളൊരു യോഗം ചേർന്നിരിക്കുന്നത്. യോഗം ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന തരത്തിലായിരുന്നു. കാരണം ചെയർമാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാടമ്പിത്തരം അവസാനിപ്പിക്കണമെന്ന് അടക്കമുള്ള പരാതികളാണ് അക്കാദമി അംഗങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ചെയർമാനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിക്കും ഒപ്പം തന്നെ സാംസ്കാരിക സെക്രട്ടറിക്കുമൊക്കെ ഇവർ അയക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ അത്യപൂർവമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ പറയുന്ന നടപടി എന്ന് പറയപ്പെടുന്നത്. കാരണം ചെയർമാൻ്റെ നിലപാടുകൾ, ആ നിലപാടുകളെക്കുറിച്ചൊക്കെ ഏറെ നാളായിട്ട് അംഗങ്ങൾക്കിടയിൽ തന്നെ പല തരത്തിലുള്ള അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യമായിരുന്നു. അഭിമുഖ വിവാദത്തിന് പിന്നാലെ ആ ഭിന്നത രൂക്ഷമാവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാരാണ് ഇക്കാര്യത്തിൽ ഇനി അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് എന്തായിരിക്കുമെന്ന് അറിയേണ്ടതുമുണ്ട്. ഡോക്ടർ ബിജുവിനെക്കുറിച്ചുള്ള രഞ്ജിത്തിൻ്റെ പരാമർശങ്ങളിൽ പലപ്പോഴും സാംസ്കാരിക മന്ത്രി അതൃപ്തി അറിയിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ബിജുവുമായിട്ടുള്ള തർക്കങ്ങൾ അത് പറഞ്ഞു തീർത്തതാണ് എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. പിന്നെ വീണ്ടും വീണ്ടും ഈ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് പരസ്യമായി ഉന്നയിക്കുവാനുള്ള അവസരമുണ്ടായത്, അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് മന്ത്രി സതീഷ് ചെറിയാനുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ചലച്ചിത്രമേളയ്ക്കിടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾക്ക് അക്കാദമിയുടെ അംഗങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു പക്ഷം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ആരോടും വിരോധമോ വെറുപ്പോ നൽകുന്ന തരത്തിൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യമല്ല. കാരണം ഇന്നത്തോടുകൂടി രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴും. തിരശ്ശീല വീണതിന് ശേഷം സമ്മാന വിതരണങ്ങളൊക്കെ നടന്നതിന് ശേഷം തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നടൻ കൂടിയായിട്ടുള്ള സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്തിന് എതിരെ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മാടമ്പിത്തരമൊക്കെയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ വിരോധത്തിന് പാത്രമാകുന്ന തരത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. ഒരു അഹങ്കാരത്തോടുകൂടി, ഒരു അഹന്തയോടുകൂടി ഒരു
ചലച്ചിത്ര അക്കാദമി പോലൊരു അക്കാദമിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും യോജിച്ച പ്രവർത്തനങ്ങളല്ല അദ്ദേഹം നടത്തിയതെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഇതുപോലുള്ള ചലച്ചിത്ര മേളകളിലും അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണികൾ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് ഈ 2023 നടന്നിരിക്കുന്നത്. ആരെയും കളിയാക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആരെയും എന്തും പറയുവാനുള്ള ഒരു മനസ്സ്, ഒരു ചിന്ത, ഇതിലേക്കൊക്കെ തരംതാണു പോവുകയാണ് രഞ്ജിത്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം. അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച് പറയുന്ന മാടമ്പിത്തരമുള്ള കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകൾ സാധാരണക്കാരൻ്റെ മുമ്പിൽ അദ്ദേഹം അതുപോലെയാണ് എന്ന് കാണിക്കുവാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കുവാനുള്ളവരല്ല ഈ മലയാളികൾ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം മനസ്സിലാക്കുക. അദ്ദേഹം ചെയ്ത സിനിമകൾ ചിലപ്പോൾ മോഹൻലാലിനെയൊക്കെ ഉപയോഗിച്ച് വിജയിപ്പിച്ചെടുത്തേക്കാം, അല്ലെങ്കിൽ എടുത്തിരിക്കാം. അങ്ങനെ ഉണ്ട്, സിനിമകളൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്ന് കരുതി പറയുന്നതും ചെയ്യുന്നതും എന്തും ഓച്ചാനിച്ച് നിന്ന് കേൾക്കാൻ ഈ പറയുന്നവരാരും നിങ്ങളുടെ അടിമകളല്ല എന്ന് കൂടി മിസ്റ്റർ രഞ്ജിത്ത് താങ്കൾ മനസ്സിലാക്കുക.